അല്പം സ്നേഹമുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്നേഹമെല്ലാം സെൽഫിഷായിട്ടുള്ള, സ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ബ്ലെസ്സഡ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്കിവിടെ ഉണ്ടാകുകയുള്ളൂ. ഏതെങ്കിലും നോക്കി, ദൈവത്തോട് കൂടെ ആദമും ഹവ്വയായിരുന്ന കാലത്ത് നല്ല സ്നേഹമായി. ദൈവത്തിൽ നിന്ന് മാറി സാത്താന്റെ കൂടെ കൂടിയതോടെ എന്നും വഴക്കും രോഗവും സങ്കടവും കഷ്ടവും ശാപവും എല്ലാമായി തീർന്നു. അങ്ങനെ കുടുംബജീവിതവും മനുഷ്യജീവിതവും നരക തുല്യമായി മാറി. എവിടുന്നാ സ്നേഹം വരുന്നത്? ദൈവത്തിൽ നിന്നാ സ്നേഹം വരുന്നത്. ദൈവമാണ് സ്നേഹത്തിന്റെ ഉറവിടം. ദൈവം മാത്രമാണ് സ്നേഹം. ദൈവത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ആ സ്നേഹം ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കാണ് സ്നേഹിക്കാൻ കഴിയുന്നത്. ദൈവത്തെ അറിഞ്ഞവർക്കാണ് സ്നേഹിക്കാൻ കഴിയുന്നത്. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് വിശുദ്ധ ബൈബിൾ സകല മനുഷ്യരോടും വിളിച്ചറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളെ, സ്നേഹം വേണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിൽ നിന്ന് മാത്രമാണ് സ്നേഹം വരുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, സാത്താന്റെ കൂടെ കൂടി, പാപത്തിന്റെ കൂടെ കൂടി, ലോകത്തിന്റെ കൂടെ പോയപ്പോൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടത് സ്നേഹമാണ്. സ്നേഹം പകരം എന്തുണ്ടായി? പകരം കോപവും ദേഷ്യവും സംശയരോഗങ്ങളും എല്ലാം കേടും ഇതിനകത്തുണ്ടായി. അങ്ങനെ കുടുംബജീവിതവും മനുഷ്യജീവിതവും ഒക്കെ നശിച്ച് തകർന്ന നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹവാനായ ഈ ദൈവം, സ്നേഹം മാത്രമാകുന്ന ഈ ദൈവം, സ്നേഹത്തിന്റെ ഉറവിടമാകുന്ന ദൈവം, ആ സ്നേഹം മാനവജാതിക്ക് പകർന്നു കൊടുക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. അതത്രേ സുവിശേഷം. അതാണ് ഗുഡ് ന്യൂസ്. സ്നേഹമില്ലാത്ത മാനവജാതിക്ക് സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, ദൈവത്തിന്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യൻ പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഒരു ഭാഗം കഴിഞ്ഞു. ഇത്രയും സമയം കൂടെ ഞാൻ ഇനി എടുക്കുന്നു. അത് ശ്രദ്ധിച്ചു കേൾക്കുക. 9-ാം വാക്യം വായിച്ചു കേൾക്കുക. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമാണ്. ദൈവം സ്നേഹമാണ്. നശിച്ചു പോയ നമ്മെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് സാക്ഷാൽ സ്നേഹം. ആ സ്നേഹം നമുക്ക് പകർന്നു തന്നു. അങ്ങനെ നാം ജീവിച്ചു, അങ്ങനെ നാം രക്ഷപ്പെട്ടു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന കാലത്ത് ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരുത്തൊരു മരത്തെ കയറിയിരിക്കുന്നത് വീട്ടിൽ പോയി. അതിന് ഈ മരത്തിന്റെ ഉണ്ടെങ്കിൽ ഈ കലിങ്ങിന്റെ പുറത്തൊക്കെ കയറിയിരിക്കുന്ന ചിലപ്പോൾ പ്രശ്നം കാണും. അല്ല, യേശുവിനെ കാണാൻ കയറിയിരിക്കുന്നത്.
കർത്താവ് മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നിട്ട് അവനെ വിളിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, എനിക്ക് നിന്റെ വീട്ടിൽ പാടാം. അവനെ വിളിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിലോട്ട് കയറുമ്പോൾ യേശുനാഥൻ പറഞ്ഞത് കുറെ പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ തൊട്ട് താഴത്തെ വാക്യം വായിച്ചാൽ മനസ്സിലാകും. കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ. അപ്പൊ അതുവരെ ആ വീട് എങ്ങനെയായിരുന്നു? അതുവരെ ആ വീട് മുടിഞ്ഞു കിടക്കുകയായിരുന്നു, നശിച്ചു കിടക്കുകയായിരുന്നു, ശപിക്കപ്പെട്ട കുടുംബമായിരുന്നു. നാട്ടുകാർ മുഴുവൻ അവനെ വിളിച്ചിരുന്ന ഒരേ ഒരു പേര് പാപി എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത്. പാപിയുടെ വീട് എങ്ങനെയാന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. എന്നാൽ അവിടെ ഇരുന്നവനെ കർത്താവ് വിളിച്ചിറക്കി. അവന്റെ കൂടെ അവന്റെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോ കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുവെക്കുന്നു എന്ന് പറയുമ്പോൾ സകല കുടുംബത്തിനും ഒരു പേര് വരാൻ, നന്മ വരാൻ, സമാധാനം വരാൻ കാരണമായി തീർന്ന ഒറ്റ സംഭവമേ ഉള്ളൂ. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. സ്നേഹമാകുന്ന ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അന്ന് ജീവിച്ചവർക്ക് മാത്രമല്ല, ഇത് എത്രയോ വർഷം മുമ്പ് നടന്നൊരു കാര്യം. അന്ന് ജീവിച്ചവർക്ക് മാത്രമല്ല, ഇന്ന് പകൽ ഈ കടമക്കുടിയിൽ ഇരിക്കുന്നവർക്കും ആഫ്രിക്കയിൽ ഇരിക്കുന്നവർക്കും ചൈനയിൽ ഇരിക്കുന്നവർക്കും സകല കുടുംബത്തിന് നന്മ വരാത്തവണ്ണം യേശുനാഥനൊരു വലിയ പ്രവൃത്തി ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് കരയേറിപ്പോയി. അത് പറഞ്ഞ അവന്റെ വാക്കുകളെ നിർത്താം. എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷയെ തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് യേശുനാഥൻ ഗൊൽഗോഥായുടെ മുകളിൽ ക്രൂശിൽ കയറി. ഞാൻ ഒരു പാപിയായ ഒരു മനുഷ്യൻ. ഈ സ്നേഹം എന്നെയും തേടി വന്നപ്പോഴാണ് എനിക്കുണ്ടായിരുന്ന ജോലിയെല്ലാം കളഞ്ഞ് ഒരു സുവിശേഷകനായിട്ട് ഞാൻ ഇറങ്ങിയത്. ഈ രക്ഷ, ഈ സമാധാനം ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അതെങ്ങനെയാണ് ദൈവം തരുന്നത്? നമ്മുടെ നാമൊക്കെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കർത്താവ് തന്റെ ശരീരത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ മുകളിൽ കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. ആ പാട്ടിന്റെ വരികളിലുണ്ട്. അല്ല, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. യേശുനാഥനെ ആ മരക്കുരിശിലോട്ട് പിടിച്ചു കിടത്തിയിട്ട് കയ്യിലും കാലിലും ആണി അടിച്ചറക്കുമ്പോൾ, ക്രൂരന്മാരായ റോമൻ പടയാളികൾ ആണി അടിച്ചറക്കുമ്പോൾ അതവരുടെ തൊഴിലാണ്, നിഷ്ഠൂരന്മാരാണ്. അടിച്ചറക്കുമ്പോൾ യേശുനാഥൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം അറിയാൻ പറ്റും. യേശുനാഥൻ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്തൊരു സ്നേഹമാണ്! തന്നെ ഉപദ്രവിക്കുന്നവർ, തന്നെ കൊല്ലാൻ വേണ്ടി ഉപദ്രവിക്കുന്നവർ, ആണി അടിക്കുന്നവർ, ക്രൂശിൽ ഉയർത്തി നിർത്തുന്നവർ, അവർക്ക് വേണ്ടി മാത്രമല്ല, സകല മാനവജാതിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ ആ ശരീരത്തെ, ആ കർത്താവിനെ ഉയർത്തി നിർത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് ആ മരണം നടക്കുന്നത്. അതൊരു പാപപരിഹാര ബലിയാണ്. അത് മാത്രമാണ് പാപപരിഹാര ബലി. ഇവിടെ വായിച്ചു കേട്ട വാക്യമല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എല്ലാവരെയും സ്നേഹിക്കും. ദൈവത്തെ അറിഞ്ഞവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. ദൈവസ്നേഹം അനുഭവിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുക. സ്നേഹത്തിനൊരു നിർവചനം പറഞ്ഞു.
സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കുക, പാട്ട് പാടുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ഒറ്റ നിർവചനമേ ഉള്ളൂ സ്നേഹത്തിന് ബൈബിൾ കൊടുത്തത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. സ്നേഹമുണ്ടോ? ക്ഷമിക്കും. അത് ലഭിക്കണമെങ്കിൽ ഈ ക്രൂശിൽ നോക്കണം. അവിടെ ദൈവം മനുഷ്യവർഗത്തോട് ക്ഷമിച്ചു. ദൈവം മനുഷ്യരെ സ്നേഹിച്ചു, അവരോട് ക്ഷമിച്ചു, അവരെ അനുഗ്രഹിച്ചു. ആ കർത്താവിൻ്റെ പാപക്ഷമ അത് ഏറ്റെടുത്ത് ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. കണ്ണടച്ചാൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിശുദ്ധ വിവാഹത്തിൽ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഈ വധൂവരന്മാരെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ വിരുന്നിന് വന്ന ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയത്തില്ലല്ലോ. ഞങ്ങളുടെ ഉള്ളിലുള്ളത് പ്രാകൃതമായ സ്നേഹമാണ്. അങ്ങയുടെ ആ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ കൊതിയോടെ അങ്ങയുടെ അടുക്കൽ വരുന്നു കർത്താവേ, വാഞ്ചയോടെ അങ്ങയെ സ്നേഹിച്ച് ആ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹമുള്ളവരായിട്ട് എല്ലാവരെയും സ്നേഹിപ്പാൻ അങ്ങ് കൃപ തരണം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന ഷൈനെ ആൽബി കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നല്ല ആത്മീക സന്ദേശം നാം ശ്രമിച്ചു. ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്നു അത്രത്തോളം അനുഗ്രഹപൂർവമായിരിക്കും കുടുംബജീവിതം. അതിലുപരി പ്രാണപ്രിയനായ യേശു കർത്താവിനെ സ്നേഹിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇതിലേക്ക് തുറന്നെത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തുടർന്ന് സമയം വളരെ മുന്നോട്ട് പോയി പ്രാർത്ഥനയോടെ